വഴിക്ക് നമ്മൾ പ്രേത ബംഗ്ലാവിലേക്കാണ് പോണത് കേട്ടോ. ഇന്ന് നിന്നെയൊക്കെ എല്ലാത്തിനും അവിടെ ആയിട്ട് പേടിപ്പിച്ചിട്ട് വരിക. ബേബി പേടിയുണ്ടോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ബോണക്കാടാണ്. ഒരു പ്രേത ബംഗ്ലാവ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതൊരു പോകാൻ പറ്റിയില്ല. നമ്മളെ സുഹൃത്തുക്കളൊക്കെ വെറുതെ ഇരുന്നപ്പം ചുമ്മാ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. അപ്പോൾ വർഷങ്ങൾ 1951 നിർമ്മിച്ചൊരു ബംഗ്ലാവാണ്. ഒരു ബ്രിട്ടീഷുകാരായ ഫാമിലി അവിടുത്തെ എസ്റ്റേറ്റൊക്കെ നോക്കാൻ വേണ്ടി പണിതൊരു ബംഗ്ലാവെന്നാണ് പറയുന്നത്. അപ്പോൾ അവരവിടെ താമസിക്കുമ്പോൾ ഒരു 13 വയസ്സുള്ള അവരുടെ മകൾ അവിടെ വെച്ച് മരണപ്പെട്ടു. അങ്ങനെ അവർ ഇതൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിൽ പോയി എന്നാണ് ഇവിടുത്തെ കഥ. അപ്പോൾ അവിടെ ആ പ്രേതമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാം. വെറുതെ ഒന്ന് പോയതാണ്. എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അവിടെ സ്റ്റേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ ബംഗ്ലാവിൽ? പരിചയമുള്ളവർക്ക് കൂടെ വേണം. ആരെങ്കിലും പരിചയമുള്ളവർ കൂടെ കൂട്ടിട്ടാണ്. പറ്റില്ല. അവരത് ആരെങ്കിലും പരിചയപ്പെടുത്തി നമ്മൾ പ്രേതമൊക്കെ ഉണ്ടെന്നാണ് വെറുതെ അതൊക്കെ ഞങ്ങൾ ഇവിടെ ജീവിക്കാം. ആരെങ്കിലും വന്ന് ചുമ്മാ അങ്ങനെ അടിച്ച് പിന്നെ അവിടെ കിടന്ന് ഇറച്ചി മരിച്ചൊക്കെ വേവിച്ച് തിന്ന് വെള്ളം അടിച്ച് ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു പാർട്ടി ഒരു ജീപ്പ് നിറച്ച് വന്ന് അവിടെ തന്നെ കിടന്നു രാത്രിയാ. പിന്നെ ഇന്നലെ 3 പൈലിൽ വന്നിട്ട് ഇപ്പോഴാണ് ആ ബാഗ് എടുത്തോണ്ട് പോകണം. അടിച്ച് വിളുന്ന് എവിടെയൊക്കെ ബാഗ് കിട്ടിട്ട് പോയി കളഞ്ഞു. പിന്നെ ഇപ്പൊ വന്ന് എടുത്തിട്ട് പോകണം ഒരു കാറിൽ. അവിടെ സ്റ്റേ ചെയ്യൂ ആൾക്കാർ. തീയൊക്കെ ഇട്ടിട്ട് കിടക്കും ഇവിടെ. പാല പാല കാട്ടുപോത്തിന്റെ അല്ലേ? കാട്ടുപോത്തിന്റെ പശുവില്ല, അശ്വന്റെ ആണോ? അല്ല, പ്രേത ബംഗ്ലാവിലെ ചീവീട് വിളിക്കുന്ന കേട്ടാ. ചീവീട് ബോണക്കാട് പ്രേത ബംഗ്ലാവിൽ പോവേണ കേട്ടാ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എന്തൊന്നും മനസ്സിലാവുന്നില്ല. വൻ കാട്, ഒരു ചീവീടിൻ്റെ ശബ്ദവും ബഹളവും, ഒരു മനുഷ്യക്കുഞ്ഞുങ്ങളില്ല. 2 സൈഡും കണ്ടൽ കാടുകൾ. നമ്മളെ കാറ് കൊണ്ടുവന്നു, പക്ഷേ കാറ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പെട്ടുപോയി. ഓഫ് റോഡാണ്, പുള്ളിനകത്ത് കയറത്തില്ല. ഞാൻ മാക്സിമം കയറ്റി, പക്ഷെ ഇനി ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കാണിക്കും നടക്കാൻ. അപ്പോൾ നമ്മളിനി ഇതുവഴി നടന്ന് ഇനി പ്രേത ബംഗ്ലാവിൻ്റെ അവിടെ എത്തണം. ഇനിയിപ്പോൾ എങ്ങനെ എത്തുമെന്നും അറിയത്തില്ല. കാട്ടുപോത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാട്ടുപോത്തിൻ്റെ പിണ്ടം വഴിനീളെയൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് അവിടെ കയറാതെ പോണ മോശമല്ലേ. എന്തായാലും പോയിട്ട് വരാം. നടന്ന് തളർന്നു എൻ്റെ അമ്മച്ചി. ഫുള്ള് കാട്, രക്ഷയില്ലാത്ത കാട്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി കേട്ടോ. സമയം 5:30 മണി കഴിഞ്ഞ്. 5:30 മണി കഴിഞ്ഞ് കേട്ടോ. ഇപ്പോൾ ഇരുട്ടും മുന്നേ അവിടെ കയറിയിട്ട് ഇറങ്ങണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ജീപ്പിൽ വരാം, പക്ഷേ റേഞ്ചില്ല. ഇവിടെയൊക്കെ വല്ലതും പറ്റിപ്പോയി അങ്ങനെ ആരെ വിളിച്ച് പറയും? ഒരു രക്ഷയില്ല. എനിക്ക് എനക്ക് പേടിയുണ്ടോ? VPക്ക് ഒട്ടും പേടിയില്ല. VPയൊക്കെ പുല്ല് പോലെ പോണണ്ട. തേയിലയൊക്കെ വലിയ മരമായി കേട്ടോ. തേയിലയുടെ കായൊക്കെ വന്നിങ്ങനെ. അതാണ് തേയിലക്ക. എന്നെ തേയിലക്ക എന്നറിയപ്പെടും. ഒരു അന്തവും കുന്തവും ഇല്ല. നടന്ന് ഉപ്പാട് വന്നെല്ലാത്തിൻ്റെ. നമ്മളെന്ന് എത്തൂലേ? കണ്ടെത്താൻ വഴിയുന്നില്ലല്ലോ നമുക്ക്. ഒരു 1/2 മണിക്കൂർ കൂടെ നടക്കാം. കണ്ടില്ലെങ്കിൽ തിരിച്ച് പോവാളെ വീപ്പി. ഫൈനലി നമ്മളെ ബോണക്കാട് പ്രേത ബംഗ്ലാവിലെത്തിയിരിക്കുകയാണ്. VPയെ നമ്മൾ മുന്നേ വിട്ടിട്ടുണ്ട്. പ്രേതം വല്ലതും ഉണ്ടെങ്കിൽ അവനെ തന്നെ ആദ്യം പിടിക്കിട്ട്. മസിൽ പിടിച്ച് അനീഷും പോലീസ് ഷിജുവും പുറയിലുണ്ട്.
അയ്യോ, ഇടിഞ്ഞു പൊളിഞ്ഞിടക്കുന്ന ഒരു കെട്ടിടമാണ് നമ്മളിവിടെ ആദ്യം കാണുന്നത്. 1983 ജനുവരി നിർമ്മിച്ച കെട്ടിടമാണ് കേട്ടോ ഇത്. 83 ജനുവരി. വേൾഡ് കപ്പ് കിട്ടിയ ഇവിടെ കുറേ സംഭവങ്ങൾ കേട്ടോ. മാവ് അത് പ്രാന്തല്ല, ചുമന്ന ഇല, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമുണ്ട്. അവസാനം പ്രേത ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗേറ്റ്, നമ്മള് ഗേറ്റിലെത്തി ഏട്ടാ. ഇതാണ് പ്രേത ബംഗ്ലാവിന്റെ ഗേറ്റ്. BP നമ്മൾ പറഞ്ഞു വിട്ട്. വരിയുടെ പിള്ളേരെ കേറി വാടാ മക്കളെ, കേറി വാടാ മക്കളെ. ഈ ബിൽഡിംഗ് ഇവിടെ 1951 നിർമ്മിച്ചാണ് കേട്ടോ ഇത്. അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്ന് നല്ല ടെൻ്റ് അടിച്ച് കിടക്കുന്നുണ്ട്. കണ്ടേ, തീയൊക്കെ ഇട്ട് കണ്ടേ. കാട്ടുപോത്തിന്റെ കാഷ്ടം ഇഷ്ടം പോലെ ഇതാ കിടക്കുന്നു. ഓ കിടില സ്ഥലൂടെ, എന്തൊരു ഓളെ. നോക്കട്ടെ ഡാം, നോക്കട്ടെ ഡാമിന്റെ വെള്ളം. ഓ ഡാം കണ്ടോ, അത് ഏത് ഡാം? പേപ്പാറ ഡാമായിരിക്കും. പേപ്പാറ ഡാം. ഇതാണ് ബോണക്കാട് പ്രേത ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ബംഗ്ലാവ് കേട്ടോ. ഇവിടെ പ്രേതം ഉണ്ടോ? ചുമ്മാ പറഞ്ഞ് വരുത്തുന്നതായിരിക്കും. വാവ്, ബ്യൂട്ടിഫുൾ വ്യൂ. ഓ, സൂര്യ അസ്തമിക്കാറായി. നമ്മൾ പ്രേത ബംഗ്ലാവിലെത്തി. രാത്രിയായി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രിയാവും. എന്തൊരു പാടാൻ എന്തായാലും. എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്തൊക്കെ വരച്ചും കുറിച്ചൊക്കെ വെച്ചിരിക്കുന്നു. ഇതെന്താ ബ്ലഡ് കിടക്കും പോലെ കിടക്കണം ചുവരിലൊക്കെ. രക്തക്കറ പോലെ പെയിന്റ് വാരി അടിച്ചിരിക്കണ. ഏടാ, ഓ രക്തം ചിന്തിയതുപോലെ കിടക്കുന്നു, പെയിന്റ് വാരി അടിച്ചിരിക്കുന്നു. ഇവിടെ വന്ന ആൾക്കാരൊക്കെ എഴുതി വരച്ച് കുറിച്ചൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. മൊത്തം കൊളാക്കി ഇട്ടിരിക്കുന്നു ബിൽഡിങ്. പ്രേമലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഹിമാജോബിൻ. ആഹാ, സീലിങ്ങൊക്കെ പൊട്ടിപ്പോയി. പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ മുസേക്ക്. ഇത് ആഴിയിടുന്ന സ്ഥലമാണല്ലോ. തീ കായാം കേട്ടാ. തണുപ്പ് സമയത്ത് ഇവിടെ നമുക്ക് തീ കായാം. ഇതാണ് ഇതിൻ്റെ റൂമുകൾ. കിച്ചണുണ്ട്. ഇതാണ് കിച്ചൺ. പണ്ടത്തെ മാർബിളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മൊത്തം കാട്ടുപോത്തിൻ്റെ കാഷ്ടമാണല്ലേ. ഫുള്ള് കാട്ടുപോത്ത് വിരഹിച്ച് കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അടിപൊളി. സായിപ്പിൻ്റെ മോളാണ് ഇവിടെ മരിച്ചതെന്നാണ് പറയണത്. ഏത് റൂമിലാണ് കിടന്ന് മരിച്ചത്? ഈ റൂമിലാണോ? അതെ, ഈ റൂമിലാണോ? ഇത് ബാത്റൂമാണല്ലേ. ബാത്ത് ടപ്പൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി കേട്ടോ. ഫുള്ള് പെയിൻറ്റിങ് അടിച്ച് വിട്ടിരിക്കുന്നു. വിപ്പിക്ക് പേടിയില്ല. തൊള്ളി പണ്ട് ബ്രിട്ടീഷുകാരെ ഏതാ സായിപ്പുണ്ടാക്കിയ സാധനമാണിത്. ബാത്റൂമിലൊക്കെ അന്നേ ബാത്ത് ടപ്പൊക്കെ ഉണ്ട് കേട്ടെ. അടിപൊളി. എല്ലാം പോയി. അതാണ് ബാത്റൂം കൊടുത്തു. കൊള്ളാം. എല്ലാത്തിലും വരച്ച് കുറിച്ച്. കാട്. ഒറ്റയ്ക്കൊക്കെ വന്നാൽ കിളി പറക്കും കേട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് വന്നാൽ നമ്മുടെ കിളി പറക്കും. പക്ഷെ നമുക്കിവിടെ നിന്ന് കിടന്നാലോടാ. നമുക്കിന്ന് ഇവിടെ കിടന്നാലോ? ആഴിയൊക്കെ ഇട്ടിട്ട് നമുക്കിവിടെ കിടക്കാം. രാത്രി പ്രേതം വരുമെന്ന് നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ പ്രേതമെന്ന് കേട്ടോ. ഡേയ്, ഇതായിരിക്കും ഇവിടുത്തെ പ്രേതം. നിഴലായി ഒഴുകി ഒഴുകി നീ പ്രേതമേ പ്രേതമേ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇരുട്ട് വീണി തുടങ്ങി. ഇനി ഒരു 2 കിലോമീറ്റർ നമുക്ക് ഇനി താഴേക്ക് നടക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയ മതി.
കാരണം ഇനിയിപ്പോൾ കാട്ടുപോത്ത് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഫുള്ള് കുണ്ടും കുഴിയുമുള്ള വഴികളാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഓട്ടം വെച്ച ഓട്ടമാണ് നമ്മൾ. ഇതാ ഇരുട്ടത്ത് ഇവിടെ കിടക്കണം കേട്ടോ. നമ്മളിതിനെ ഇവിടെ ഇട്ടിട്ടാണ് ഈ കുന്നും മലയും കയറിയത്. അപ്പം രാത്രി ഇതാ 6-7 മണി. ഓടിച്ചിറക്ക് ആ വാ. അങ്ങനെ കേട്ട് പരിചയം മാത്രമുള്ള നമ്മുടെ പ്രേത ബംഗ്ലാവിൽ പോയി തിരിച്ചിറങ്ങി നമ്മൾ യാത്ര തുടരുകയാണ്.